ഹലോ, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഗിൽറ്റ് ഫ്രീ ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാലോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നേക്കുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഷാബു ഓൾഡേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഷാബു എന്ന് പറഞ്ഞാൽ ഹോട്ട് പോട്ടാണ്. സത്യത്തിൽ ഈ ഫുഡ് ഒറിജിൻ ചെയ്തേക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഇത് കൊറിയക്കാരുടെ വെർഷനാണ്. കൊറിയൻ ജാപ്പനീസുകാരൊക്കെ അവരുടേതായ വെർഷനുണ്ട് അവർക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഷാബ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് മാത്രമല്ല, മീറ്റും അൺലിമിറ്റഡ് ആണ്. അപ്പോൾ മീറ്റും ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലം ഞാൻ വേറെ ഇതുവരെ ഞാൻ പോയി കണ്ടിട്ടില്ല. സാധാരണ വെജിറ്റബിൾസ് അൺലിമിറ്റഡ് ആണ്. മീറ്റ് നമ്മൾ സെപ്പറേറ്റ് എത്രത്തോളം കഴിക്കുന്നോ അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം അവരുന്ന്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ സോസ് എന്ന് പറഞ്ഞാൽ സോസല്ല ബ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ സ്പൈസി ആൻഡ് നോർമൽ ആയിട്ടുള്ള ബ്രോത്താണ് സെലക്ട് ചെയ്തത്. പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. മഷ്റൂംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. കോംപ്ലിമെൻ്ററി ഐറ്റംസ് ആയിട്ട് പിസ്സ, അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പാസ്ത, ഫ്രൈഡ് റൈസ്, സാലഡ്, അങ്ങനെ കുടിക്കാനുള്ള കുറേ ഐറ്റംസ്, സൂപ്പ്, പിന്നെ എന്താ പറയുക, ഐസ്ക്രീം, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം അത് കഴിച്ചോട്ടെ, മുതിർന്നവർ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും മീറ്റും കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സോസ് ബാർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സോസ് നമുക്ക് ഉണ്ടാക്കാം. എനിക്കെന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ സോസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അതാട്ടോ ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ബ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നേരെ കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഒപ്പം മീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മീറ്റും അൺലിമിറ്റഡ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്ന് എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അവർ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിളിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് 1800 ഇന്ത്യൻ റുപ്പീസാട്ടോ വരുന്നത് ഒരാൾക്കുള്ള പ്രൈസ്. അപ്പോൾ 1 മണിക്കൂറത്തെ ടൈമുണ്ട്. ആ 1 മണിക്കൂറത്തെ ടൈമിൽ നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആരുടെയെങ്കിലും വയറ് കടമെടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കി. എനിക്കെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആ ബ്രോത്താട്ടോ ഇഷ്ടപ്പെട്ടത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഉണ്ടാക്കിയ ആ പീനട്ട് ബട്ടറിൻ്റെ ആ സോസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഫുൾ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ സ്പൈസി ആയിട്ടുള്ള അതും കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളത് കാരണം തന്നെ ഞാൻ വെജിറ്റബിൾസ് അല്ലാതെ തന്നെ വെജിറ്റബിളായിട്ട് ഇങ്ങനെ കഴിച്ചു. എന്താ പറയുക, ഒരുപാട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറേ നാളുകൾക്ക് ശേഷം കഴിച്ച ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.